ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ അനിൽ മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ദിവസമാണെന്ന്. ശുഭദിന ചിന്തകളെന്ന പേരിൽ കഴിഞ്ഞ കുറേ നാളുകളായി വായിച്ചും കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ ബോധ്യപ്പെടുന്ന ചില നുറുങ്ങു ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് സന്തോഷകരമായ 500 ദിനങ്ങൾ പൂർത്തിയാവുകയാണ്. സൃഷ്ടാവിന് നന്ദി. ഒപ്പം ഹൃദയത്തിൽ പതിഞ്ഞ ഇത്തരം അനുഭവങ്ങൾ വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമൊക്കെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിഞ്ഞതും അല്ലെങ്കിൽ അത്തരം ചിന്തകൾ ഹൃദയത്തിലേക്ക് എത്തിച്ചതുമൊക്കെ ഒരു സാമൂഹിക ജീവി എന്ന എൻ്റെ ഒരു ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ 500 ദിവസം പൂർത്തിയാക്കുന്ന ഇതിൻ്റെ സംതൃപ്തിയും സന്തോഷവുമൊക്കെ നിങ്ങൾക്ക് കൂടിയുള്ളതാണ്. പലപ്പോഴും പലയിടത്തും വെച്ച് കാണുമ്പോൾ ഇത് കേൾക്കുന്നവർ എന്നോട് പങ്കുവെക്കാറുള്ള പലതരം അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിന് കൂടുതൽ പൂർണ്ണത കൈവരിക്കുവാനും അല്ലെങ്കിൽ കൂടുതൽ ഇത് മെച്ചപ്പെടുത്തുവാനും സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് അല്ലെങ്കിൽ നാം സഞ്ചരിച്ചു പോരുന്ന ദൂരമത്രയും നാം കാണുന്ന കാഴ്ചകളും അറിയുന്ന ചിന്തകളും ദൃശ്യമാകുന്ന അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളുമൊക്കെ ഏറ്റവും വലിയ ഗുരുനാഥന്മാരാണ്. ഇത്തരം നുറുങ്ങു ചിന്തകൾ നിങ്ങൾക്ക് കൂടി അറിയാവുന്ന, നിങ്ങളുടെ കൂടി ഹൃദയത്തിൽ പലപ്പോഴും കടന്നുപോയിട്ടുള്ള അത്തരം ചിന്തകൾ മാത്രമാണ് ഇതിലൂടെ ആവർത്തിക്കപ്പെടുന്നതും പറയുന്നതും. കുറിപ്പുകളുടെയോ വലിയ തയ്യാറെടുപ്പുകളുടെയോ ഒന്നും അകമ്പടിയില്ലാതെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളും വികാരങ്ങളുമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. ചിലപ്പോൾ ചിലതൊക്കെ പരിധികൾ ലംഘിച്ചെന്നോ വേണ്ടായിരുന്നുവെന്നോ കൂടുതൽ മെച്ചപ്പെടുത്തായിരുന്നുവെന്നോ ഒക്കെ ഉള്ള തോന്നലുകൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും. പലരും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായി എഴുതി തയ്യാറാക്കുന്നതിൻ്റെ യാന്ത്രികതയും അതിലേക്ക് ബോധപൂർവം കൊണ്ടുവരുന്ന വാക്കുകളുടെ കാഠിന്യവുമൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികതയെ നശിപ്പിക്കാതിരിക്കാനാണ്, ജീവനെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ ഹൃദയത്തിൽ തോന്നുന്ന ഭാഷയിൽ ഈ ആശയങ്ങൾ ഇങ്ങനെ പങ്കുവച്ചു പോരുന്നത്. 500 ദിനങ്ങളെന്ന് എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. തീർച്ചയായും ഇതിൻ്റെ സന്തോഷം പങ്കുവെക്കുവാൻ ഇനിയും ഞാൻ വിട്ടുപോയിട്ടുള്ളതോ പറയാൻ മറന്നുപോയിട്ടുള്ളതോ ആയിട്ടുള്ള 100 കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടാകും. 100 വികാരങ്ങളുണ്ടാകും. 100 മനുഷ്യ ജീവിതങ്ങളുണ്ടാകും. നിങ്ങൾക്ക് അതെല്ലാം എന്നെ ഓർമ്മപ്പെടുത്താം. നാളെ ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ എൻ്റെ റേഡിയോ 91.2 സ്നേഹനിധികളായ ശ്രോതാക്കളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന സ്നേഹാമൃതം പദ്ധതിയുടെ ഒത്തുചേരലിനോടൊപ്പം ശുഭദിന ചിന്തകളുടെ 500ാം ദിനാഘോഷവും കൂടി സംഘടിപ്പിക്കുകയാണ്. ആ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന, റേഡിയോയിൽ അവതരണത്തെ സംബന്ധിച്ചൊന്നും മുൻപരിചയമില്ലാതെ ആദ്യമായി ഒരു ഗ്രാമപ്രദേശത്ത് തുടങ്ങിയ ഈ റേഡിയോ ഇത്രയും ജനകീയമാക്കാൻ സഹായിച്ച നിങ്ങളുടെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. നിങ്ങളതിലേക്കെത്തുമ്പോൾ ഇനിയും പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ചിന്തകളുടെ നുറുങ്ങുകൾ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ധാരാളമുണ്ടാകാം. അനുഭവങ്ങളും വാക്കുകളും അറിവുമൊക്കെ നിങ്ങളിലുള്ളത് എത്രയോ എന്നെക്കാൾ വലുതാണ് എന്നെനിക്ക് സ്വയം ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരു കുറിപ്പടികളാക്കി കൂടിക്കൊണ്ടുവന്നാൽ നമുക്കവിടെ വെച്ച് കാണാനും കൈമാറാനുമുള്ള അവസരമുണ്ടാകും. എല്ലാവിധ സന്തോഷവും സംതൃപ്തിയും ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. അദൃശ്യമായ ശബ്ദത്തിലൂടെ എന്നെ തിരിച്ചറിയുന്ന ശ്രോതാക്കളും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മുഖങ്ങളും ഒക്കെ ചേരുന്ന ഒരപൂർവ ബന്ധമാണ് നമ്മുടേത്. ആ ബന്ധം നന്മയുടെ, ശുഭചിന്തകളുടെ, ആ ശുഭചിന്തകൾ പകരുന്ന നല്ല ഊർജത്തിൻ്റെ, നല്ല പ്രസരിപ്പിൻ്റെ, തെളിഞ്ഞ മുഖത്തിൻ്റെ, സന്തോഷകരമായ ജീവിതത്തിൻ്റെ, ഒടുവിൽ സംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു ജീവിതാനുഭവത്തിൻ്റെയൊക്കെ കരുത്തും കാമ്പും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.